ഹായ് മക്കളെ, കീം 2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കീം 2026 എന്താണെന്ന് അറിയാത്തവർക്ക് വളരെ ക്വിക്കായിട്ട് പറയാം. കേരളത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സസിൽ പല കോഴ്സസിലേക്കുള്ള പ്രധാനപ്പെട്ട കോഴ്സിലേക്കുള്ള അഡ്മിഷനൊക്കെ കീം ത്രൂ ആണ് നടത്താറ്. മെഡിക്കൽ ഫീൽഡാണെങ്കിൽ നമ്മളുടെ MBBS, BDS, BAMS, BHMS പോലെയുള്ള കോഴ്സസിൻ്റെ കേരളത്തിലുള്ള കോട്ട നിർണ്ണയിക്കുന്നത് ബേസിക്കലി എന്താണ്? കീം 2026 ത്രൂ ആണ്. അതായത് കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ സ്റ്റേറ്റ് കോട്ടയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കീം 2026 രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി BTech അല്ലെങ്കിൽ BArc പോലെയുള്ള കേരളത്തിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾക്ക് കീം ക്വാളിഫൈഡ് ആയിരിക്കണം. ഇനി നിങ്ങൾ ഫാർമസി രംഗത്ത് BPharm പോലുള്ള കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ അവരും കീം ക്വാളിഫൈഡ് ആയിരിക്കണം. നഴ്സിംഗോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് നിലവിൽ കീം 2026 ഓഫേർഡ് അല്ല. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ വേറെയാണ്. റെഡി? ഇനി കീം 2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം മൊത്തം നിലവിലെ ഡേറ്റ് January 31 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അത് മിക്കവാറും മേ ബി ഒരു 1 വീക്കൊക്കെ സാധാരണഗതിയിൽ നീട്ടാറുണ്ട്. എന്ന് വിചാരിച്ച് ഒരുപാട് സമയമായിട്ട് വിചാരിച്ച് നിങ്ങൾ ലേറ്റ് ആക്കരുത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വേണ്ടത് കീമിൻ്റെ പോർട്ടലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ആദ്യം തന്നെ ഒരു വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വേണം. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം. കാരണം അതിലോട്ട് OTP വരുന്ന സമയത്ത് അതിൽ OTP റിസീവ് ചെയ്യാനും ഭാവിയിൽ ഒരു OTP അഡ്മിഷൻ സമയത്ത് OTP വരുന്ന സമയത്തും നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് നമ്പർ ആയിരിക്കണം. സെയിം ഒരു മെയിൽ ഐ ഡി നിങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും സൈനും നിങ്ങൾ എന്ത് ചെയ്യണം? ഇമേജ് ഫോർമാറ്റിലാണ് വേണ്ടത്. PDF ഫോർമാറ്റ് അല്ല, ഇമേജ് ഫോർമാറ്റിൽ വളരെ ചെറിയ സൈസിൽ 300 KB ബിലോ ഒക്കെ ആക്കിയിട്ടുള്ള രീതിയിൽ വേണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സിൻ്റെ രംഗത്തോട്ട് വരുമ്പോൾ മസ്റ്റായിട്ടും ഏതൊരു കാൻഡിഡേറ്റിന് വേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മതി നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ് മതി, നമുക്ക് നിർബന്ധമായിട്ട് വേണം. അത് നിങ്ങൾ സ്റ്റേറ്റ് ആണോ CBSE ആണോ ICSE ആണോ പഠിച്ചതെന്നൊക്കെയുള്ള കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വേണം ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ. മറ്റൊന്ന് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിയും പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തുമാണ്. പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി, നമ്മൾ ജനിച്ചത് കേരളത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നുള്ള നേറ്റിവിറ്റി കാണിക്കുന്ന ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും പാസ്പോർട്ട് പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതേപോലെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടും ഈ പറഞ്ഞ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിന് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നിർബന്ധമാണ് എല്ലാവരുടെ കേസിലും. ഇനി നിങ്ങൾക്ക് പല റിസർവേഷൻസും പല ഫീ കൺസെഷൻസും ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ OBC കാറ്റഗറിയിലാണ്. OBC കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ് വേണം. OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC കാറ്റഗറിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. വാലിഡ് ആയിട്ടുള്ള ഒരു സാധനം അപ്ലോഡ് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിന് കേരളത്തിൽ എന്തുണ്ട്, പല കോഴ്സസിൽ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെയാണ് EWS ആയിട്ടുള്ള, നിങ്ങൾ എക്കണോമിക് വീക്ക് സെക്ഷനിൽ പെട്ടതാണെങ്കിൽ ആ കാറ്റഗറിയിലാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അതിന് മറ്റൊന്നാണ് സർട്ടിഫിക്കറ്റ് ഫോർ സ്പെഷ്യൽ റിസർവേഷൻ ക്ലെയിംസ്. ഇതൊരു വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതായത് ഒരുപാട് റിസർവേഷൻ, ഞാൻ പറഞ്ഞ പോലെ സാധാരണഗതിയിലുള്ള NCLും കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റും വെച്ച് മാത്രമുള്ള റിസർവേഷൻ ഒരുപാട് എക്സ്ട്രാ കാറ്റഗറീസ് ഉണ്ട്. സ്പോർട്സ് കോട്ടയുണ്ട്, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, അതുപോലെ എക്സ് സർവീസ്മാൻ്റെ മക്കളുണ്ട്. ഇനി അതല്ലാതെ ഒരുപാടുണ്ട്. നമ്മുടെ ഫിഷർമാൻ കോട്ടയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു കാറ്റഗറിയിലുള്ളവരാണോ, നിങ്ങളുടെ പ്രോസ്പെക്ടോസ് ചെക്ക് ചെയ്യാം കീമിൻ്റെ സൈറ്റിൽ കയറിയിട്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ കോട്ട അല്ലെങ്കിൽ അതിൻ്റെ ക്ലെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അല്ലാതെ അപ്ലിക്കേഷന് ശേഷം അവസാനം അഡ്മിഷൻ സമയത്ത് ഞാൻ ആ കാറ്റഗറിയിൽ പെട്ടതാണ്, എനിക്ക് ഇങ്ങനെ ഒരു കോട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളെ എന്ത് വേണം, ഇതിൻ്റെ റിസർവേഷൻ്റെ ക്ലെയിമിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളതിൽ വേണം. ഇനി ഇൻകം സർട്ടിഫിക്കറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈവൻ റിസർവേഷൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഫീ റിഡക്ഷൻസും അതുപോലെ മറ്റ് പല കൺസെഷൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കൺസെഷൻസ് കിട്ടാനും ഇൻകം സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ളത് ഒന്ന് നിർബന്ധമാണ്. നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 31 വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്.
ആൻഡ് അതിനുശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടി നമുക്ക് വന്നിട്ടുണ്ട്. നിലവിൽ അത് ഫെബ്രുവരി 4th വരെ എങ്ങനെയാണ്, ഫെബ്രുവരി 7th വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു ഡേറ്റ് കുറച്ച് എക്സ്റ്റൻഷനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കാൻ ഇപ്പോൾ സമയമുണ്ട്. പല കുട്ടികളും ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയിട്ട് NCL സർട്ടിഫിക്കറ്റും EW സർട്ടിഫിക്കറ്റും അതുപോലെ ഇതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ ക്ലെയിമിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇനി ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങളെ ക്ലെയിമുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫോളോ ചെയ്യാത്തവരാണ് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിന് ഇപ്പം തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ ക്ലെയിമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തുതരാം.